അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. ചെകുത്താൻ അറസ്റ്റിൽ. ഞാൻ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ച് നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടപ്പോൾ അനുകൂലിക്കാൻ പറ്റിയതും അനുകൂലിക്കാൻ പറ്റാത്തതും ഒക്കെ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയതല്ല, സിനിമാ നടനായ മോഹൻലാലിനെ ആക്ഷേപിച്ചു എന്നതാണ് കേസ്. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, മോഹൻലാലിനേക്കാൾ പുണ്യപുരുഷന്മാരുണ്ട്. മോഹൻലാലിനേക്കാൾ വലുതാണ് ഓരോ മതത്തിൻ്റെയും ആരാധ്യ വസ്തുക്കളും പുണ്യപുരുഷന്മാരും. അവരെ ആക്ഷേപിച്ചാൽ ഇവിടെ ഒരു കുഴപ്പമില്ല. ആരിഫ് എന്ന് പറയുന്ന ഒരുത്തൻ, അതുപോലെ ജബ്ബാർ മാഷി എന്ന് പറയുന്ന മാഷി എന്ന് പറയാൻ പാടില്ല അദ്ദേഹത്തെ, ഇവരൊക്കെ, അതുപോലെ ജാമിദ, ഇവരൊക്കെ മതത്തിൻ്റെ നേതാക്കളായ ലോക മുസ്ലിങ്ങളുടെ ഹൃദയത്തിലെ അവിഭാജ്യ ഘടകമായ സ്നേഹത്തിൻ്റെ ദാതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പരസ്യമായി ആക്ഷേപിക്കുകയും കളിയാക്കുകയും കാർട്ടൂൺ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അതൊന്നും ഒരു കേസുമില്ല ഇവിടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. കോടിക്കണക്കിന് മുസ്ലിങ്ങളെ വേദനിപ്പിച്ച ഒരു കുഴപ്പമില്ല. അത് അവർക്കൊന്നും ഒരു കേസുമില്ല, ഒരു പ്രശ്നമില്ല. അവർക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്. രാമനെയോ അതുപോലെ തന്നെ മറ്റ് യേശുക്രിസ്തു തുടങ്ങി ഒരൊറ്റ ആരാധ്യ വസ്തുക്കളെയും പുണ്യപുരുഷന്മാരെയും ചീത്ത പറയാനോ കുറ്റപ്പെടുത്താനോ പാടില്ല. അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ അവർക്കെതിരെയാണ് ആദ്യമായിട്ട് കേസെടുക്കേണ്ടത്. കാരണം ഇന്ത്യ രാജ്യം സൗഹാർദ്ദം തകർക്കുന്ന ഈ ഇത്തിക്കണ്ണികൾക്കെതിരെ കേസെടുത്ത് തുറുങ്കിലടക്കേണ്ടതാണ്. കാരണം നാടിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഈ വർഗവഞ്ചകരെ, വർഗീയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട വിഭാഗത്തെ, മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ എന്ന് പറഞ്ഞ ആനിമൽ വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിന് വലിയ ശാപമാണ്. അവർക്കതിനെന്താ കേസെടുക്കാത്തതെന്ന് ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകരെ കാർട്ടൂൺ വരച്ചുകൊണ്ട് തമാശാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല. രാമനെ കളിയാക്കിയാൽ ഒരു കുഴപ്പമില്ല, യേശുവിനെ കളിയാക്കിയാൽ ഒരു കുഴപ്പമില്ല. മോഹൻലാലിനെ കുറ്റപ്പെടുത്തിയാൽ അത് കുഴപ്പമായി. കുറ്റപ്പെടുത്താൻ പാടില്ല, ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷേ അതൊക്കെ കേസെടുക്കുന്നു. അവിടെയൊക്കെ ഹൃദയത്തിൽ, ഓരോ മതവിശ്വാസിയുടെ ഹൃദയത്തിലുള്ള വലിയ വലിയ ആരാധ്യ വസ്തുക്കളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇട്ടിട്ട് ചവിട്ടി തിരക്കുമ്പോൾ, അവരൊക്കെ അധിക്ഷേപിക്കുമ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. സത്യത്തിൽ എനിക്ക് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളതാണ്, ദയവ് ചെയ്തിട്ട് അവർക്കെതിരെ കേസെടുത്തിട്ട് ഈ രാജ്യത്തൊന്ന് രക്ഷിക്കണം പ്ലീസ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതൊന്ന് കാണണം. ഇത് ഒരുപാട് മുസ്ലിങ്ങളുടെ, മതവിശ്വാസികളുടെ വേദനയാണ് ഈ അർപ്പിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു.